നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. എന്നേക്കുമായിട്ട് നമ്മൾ പിരിയുന്നു. പറ. വരുൺ, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ മുൻപേ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാനും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ പറയാം. നിന്നെ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. വെറുതെ നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. മുത്തശ്ശിയല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും 10 ജന്മം കഴിഞ്ഞാലും നിന്നെ ഞാൻ സ്നേഹിക്കില്ല. വരുൺ ഇരിക്ക്. വേണ്ട. ഇരിക്ക് വരുൺ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശരി, ഞാൻ നാളെ തന്നെ ഇവിടുന്ന് പോയിക്കോളാം. പക്ഷെ എന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോവാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വരുണിന്റെ ഇഷ്ടക്കേടുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയെന്ന് എല്ലാവരോടും പറയണം. അതിന് സമ്മതമാണോ? സമ്മതം. എന്റെ ഇഷ്ടക്കുറവ് ആരോട് പറയാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, വരുണിന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തൂ. അവളെ വിവാഹം കഴിക്ക്. പുതിയൊരു ജീവിതം ഉണ്ടാവട്ടെ. പക്ഷേ എന്റെ അവസ്ഥ എന്തായിരിക്കും? ദരിദ്രനായ ദേവനാരായണൻ തിരുമേനിയുടെ മകള്, വിവാഹം കഴിച്ചയച്ച വീട്ടിൽ നിന്ന് ദിവസങ്ങൾക്കകം ഇറങ്ങിപ്പോരേണ്ടി വന്നവള്. പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടോ? എനിക്കറിയില്ല. അറിയണം. വരുൺ മാന്യവും സ്വസ്ഥവുമായിട്ട് ജീവിക്കുമ്പോ എനിക്ക് ജീവിക്കണ്ടേ? അതിനെനിക്ക് പണം വേണം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെങ്കിലേ ഞാൻ ആവശ്യപ്പെടുന്ന പണം വരുൺ എനിക്ക് തരണം. വെലിവേശലാണോ? അതേന്ന് കൂട്ടിക്കോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വലുതാണെങ്കിൽ അതുപോലെ എനിക്കും എന്റെ ആഗ്രഹങ്ങൾ വലുതാ. ശരി, നിനക്ക് എത്ര പണം വേണം? ഒരുപാടൊന്നും വേണ്ട. കണിമംഗലത്തിന്റെ സമ്പത്തിന്റെ ഒരു തരി, അത്രയും മതി. സിനിമയാ എന്റെ ആഗ്രഹം. എനിക്കൊരു സിനിമ ചെയ്യണം. അതിനുള്ള പണം വരുൺ എനിക്ക് തരാമോ? പകരം വരുണിന്റെ ജീവിതം ഞാൻ തിരിച്ചു തരാം. സമ്മതമാണെങ്കിൽ നാളെ തന്നെ ഞാൻ ഇറങ്ങാം. അല്ലെങ്കിൽ നമുക്കിതുപോലെ തുടരാം. പണം ഞാൻ തരാം. വാക്കല്ലേ? വാക്ക്. പണം കൃത്യമായിട്ട് അക്കൗണ്ടിലെത്തിയിരിക്കും. അല്ലെങ്കിൽ ഇത്രയും വില വെച്ചാൻ അറിയാവുന്ന നിനക്ക് പിടിച്ചു വാങ്ങിക്കാനും അറിയാലോ. കണിമംഗലം പരമേശ്വരന്റെ മകനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. അപ്പോ പരസ്പര ബഹുമാനത്തോടെ നമ്മൾ പിരിയുന്നു. ഞാൻ വരുണിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു തരുന്നു. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. എന്നേക്കുമായിട്ട് നമ്മൾ പിരിയുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ? എനിക്ക് പകരം ഈ മുറിയില് വരുണിനോടൊപ്പം എത്തുന്നത് ആരാണെന്നൊന്ന് പറയാമോ? അവളെന്റെ കൂടെ ഉണ്ട്. അവളെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. പക്ഷേ അതിനു മുമ്പ് നീ ഇവിടുന്ന് പോണം. അതുവരെ എനിക്ക് അവളെ പരിചയപ്പെടുത്താൻ പറ്റില്ല. അവളെന്റെ ജീവനാണ്. അവളെന്റെ എല്ലാമാണ്. എന്തായാലും ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ആദ്യ രാത്രി നടന്നില്ല, പക്ഷേ അവസാന രാത്രി നടന്നു. ഭഗവാനെ, എത്ര അകന്നു നിന്നിട്ടും അദ്ദേഹം എന്നെ തേടി തേടി വരിക. ഇതുവരെ
ഞാൻ എങ്ങോട്ടോ പോയി എന്നെ കാണാൻ പറ്റില്ല എന്നുള്ള ചിന്തയിലായിരുന്നു വരുൺ. പക്ഷെ വീണ്ടും കണ്ടപ്പോ ഇനി അദ്ദേഹത്തിന്റെ ചിന്തകളെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ മനസ്സിൽ നിന്നും ആ ചിന്തകളെ മായ്ച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അത് നടന്നില്ല. വരുണിന്റെ മനസ്സിൽ നിന്നും എന്നെ കുറിച്ചുള്ള തോന്നലുകളും എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി തരണേ. വരുൺ എന്നെ മറന്നു പോണേ. കൃഷ്ണന് രാധ തന്നെ അല്ലേ വേണ്ടത്? വരുൺ പണം തരും, പക്ഷേ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. ഇതെല്ലാം കൊണ്ടുപോകണം. അഭിനയിച്ചതിന് കൂലി കിട്ടുന്ന പോലെ ഇതെനിക്കുള്ള കൂലി തന്നെയാ. മോളെ, അയ്യോ, എന്തു പറ്റി മോളെ? ഒന്നുമില്ല മുത്തശ്ശി. എന്തേ? അല്ല, മോളുടെ മുഖത്തെന്തോ പരിഭ്രാന്തി പോലെ. എനിക്കിവിടെ എന്താ പ്രശ്നം മുത്തശ്ശി? എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ തന്നെ ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി വരില്ലേ? മുത്തശ്ശിയുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്നാല് എന്റെ എല്ലാ പ്രശ്നങ്ങളും മുത്തശ്ശി തീർത്തു തരില്ലേ? വീട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോ വരുണു നിന്നോട് സ്നേഹം കൂടിയോ? ആ ഉവ്വ്, വരുൺ എന്നോട് നന്നായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവൻ ആരെയും വേദനിപ്പിക്കാൻ പറ്റില്ല. എന്തോ ഒരു കാലക്കേട്. അത് പതുക്കെ പതുക്കെ ഒഴിഞ്ഞു പോട്ടെ. എന്റെ കുട്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. അത് വിട്ടേക്ക് മുത്തശ്ശി. ആ അല്ല, മുത്തശ്ശി എങ്ങോട്ടെങ്കിലും പോവാൻ വേണ്ടി ഇറങ്ങിയതാണോ? ഏയ് അല്ല. അല്ല, മുത്തശ്ശി ഒരുങ്ങിയിരിക്കുന്നത് കണ്ട് ചോദിച്ചതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.